ഇപ്പൊ നിലവിൽ സുഹൃതം ഹെർബ്സ് ആണല്ലോ നമുക്കിത് മാർക്കറ്റ് ചെയ്യുന്നത്, ഈ ഡയബറ്റോൺ എന്ന് പറയുന്നത്. ഈ ഡയബറ്റോൺ ആണെങ്കിൽ പോലും ഇപ്പൊ കഴിഞ്ഞ 30 വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതും ഈ എഴുത്തോലയിൽ നിന്നുള്ള ഈ കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണോ അതിന്റെ ഒരു? ഇതിനകത്തുനിന്ന് നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഡയബറ്റോണിന്റെ ഒരു ജന്മം എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ അമ്മ പ്രമേഹ രോഗിയായിരുന്നു. ഓക്കെ. അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രമേയം കുറയാതെ വന്നപ്പോൾ ഞാനൊരു ഫോർമുല കണ്ടെത്തി, ഒരു കൂട്ട് കണ്ടെത്തി. അത് ഞാൻ അമ്മയിൽ പരീക്ഷിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഷുഗർ കണ്ടമാനം കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ മേത്തിങ്ങനെ നീരുകൾ വരുവായിരുന്നു. അതൊക്കെ ഒന്നും പിന്നെ ഇല്ല, അതെല്ലാം ഭേദമായി. അങ്ങനെയാണ് ഞാൻ ഈ ഡയബറ്റോണും പിന്നെ മാർക്കറ്റിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നാരുകൾക്ക് മാത്രമാണ് ഇൻസുലിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പ്രമേഹത്തെ നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നാരുകളടങ്ങിയ മരുന്നും കഴിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്താണ് ഡയബറ്റോൺ. ശരീരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ കോശങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാലിന് മരയിപ്പ് വരിക, അതുപോലെ തന്നെ വേദന വരിക, മലബന്ധം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയിൽ വ്യത്യാസം വരിക, ചെവിക്ക് കേൾവിക്കുറവ് വരിക, ഉറക്കക്കുറവ് വരിക, പിന്നെ അതുപോലെ തന്നെ ഇതിനോടനുബന്ധമായിട്ടുള്ള ഒത്തിരി രോഗങ്ങളുണ്ട്. പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവുക, കരളിന് ബാധിക്കുക, കിഡ്നിയെ ബാധിക്കുക, ഇങ്ങനെ ഒത്തിരി പ്രോബ്ലങ്ങളുണ്ട്. ഇതിനെല്ലാം ജീവിക്കാൻ കഴിയും ഡയബറ്റോൺ. പലർക്കും പുറത്തു പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ലൈംഗികമായിട്ടുള്ള ഇത് കുറവ്. എപ്പോൾ പ്രമേഹം താഴെ വരുന്നോ അന്നേരം സ്വാഭാവികമായി ലൈംഗിക ശക്തി ഉണ്ടാവും. അതായത് 3 മാസം കൊണ്ട് നമ്മുടെ ഷുഗർ കൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ അവന് ലൈംഗിക ശക്തി ഉണ്ടാവും. ഉറപ്പാണ്. അതില്ലെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്തെ ഒപ്റ്റിമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം എടുക്കും. മരുന്ന് കുറച്ച് സമയം കഴിക്കണം. അന്നേരം അത് നടക്കുള്ളൂ. 30 വർഷമായിട്ട് ഞാനിത് മാർക്കറ്റിൽ കൊടുക്കുന്നതാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. ആരും ഇങ്ങോട്ട് ഇന്നുവരെ ഇന്ത്യക്ക് പുറത്തുണ്ട് സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ട് ഇന്നുവരെ ഒരു റിപ്പോർട്ടും ചെയ്തിട്ടില്ല. പ്രമേഹം എന്ന് പറയുന്നത് സാധാരണ വളരെ അപൂർവമായി മാത്രമേ കുട്ടികളിൽ പ്രമേഹമുള്ളൂ. ടൈപ്പ് 3. ടൈപ്പ് 2 പ്രമേഹമാണ് ഏറ്റവും അധികം ഉള്ളത്. ആ ടൈപ്പ് 2 പ്രമേഹത്തിനകത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഷുഗർ ഉണ്ട് എന്ന്, പ്രമേഹ രോഗിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തുടങ്ങാം. ഇത്രയധികം എഴുത്തോലകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എത്രത്തോളം അത് ഇതിനകത്ത് സ്വാധീനം വന്നിട്ടുണ്ട്? പഴയ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അവരെന്നെ നിദാന പുസ്തകത്തിലല്ലാത്തതിൽ കൂടുതൽ ചിലതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിദാനം എന്ന് പറഞ്ഞാൽ രോഗകാരണം. അപ്പൊ അതൊക്കെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്.